കാര്യം കൂടി കൊടുത്ത് പറഞ്ഞോട്ടെ. പോലീസ്, ഞാൻ പോലീസിനെ കഠിനമായി വിമർശിക്കുന്ന ആളാണ്, സർക്കാരിനെ വിമർശിക്കുന്ന ആളാണ്. പക്ഷേ ഈ കേസിൽ എൻ്റെ അനുഭവം തിരിച്ചാണ്. ഞാനത് പറയാതിരിക്കാൻ സാധ്യമല്ല. കാരണം എനിക്കിങ്ങനെ ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മളൊരു പെട്ടെന്നുണ്ടാവുകയാണ്, നമ്മൾ മാറ്റിയിട്ടിട്ട് എനിക്ക് പരിചയമുള്ളവിടുത്തെ ഒരു മാധ്യമപ്രവർത്തനം ആദ്യം വിളിച്ചു, അദ്ദേഹം എടുത്തില്ല. മറ്റൊരു MLA വിളിച്ചു, അദ്ദേഹം എടുത്തില്ല. ഈ രണ്ടുപേരും എടുക്കാതെ വന്നപ്പോൾ പിന്നെ ഞാൻ ചെയ്തത് നേരെ തൊടുപുഴ CIയുടെ മൊബൈൽ വിളിക്കണം. അദ്ദേഹം എടുത്തു, മഹേഷ് എന്നോ മറ്റേ പേര് എടുത്തു. മാത്രമല്ല ഉടനടി ആശുപത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനം ചെയ്തു. അവിടുന്ന് ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. രാത്രി വീടുകൾ റെയ്ഡ് ചെയ്തു. അതിശക്തമായ രീതിയിൽ അദ്ദേഹം ആ രാത്രി മുഴുവൻ വർക്ക് ചെയ്തു. പിറ്റേ ദിവസം പലതവണ എൻ്റെ അടുത്ത് വന്നു. ആശുപത്രി പോലീസ് കാവലേറ്റു. ഒരാശുപത്രിയിൽ നിന്ന് മറ്റാശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നേരത്തെ ഫോഴ്സിനെ നിരത്തി. എന്തെല്ലാം DYSP എത്തി. വലിയ തോതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ആക്ഷൻ ഉണ്ടായിരുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. മാത്രമല്ല ഇന്നിപ്പോൾ അവരെ പിടിച്ചിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഇതെല്ലാം പൂർത്തിയാക്കിയിട്ട് ഇന്നലെ ബാംഗ്ലൂർ പോയതുകൊണ്ടാണല്ലോ ഇന്ന് ബാംഗ്ലൂരിൽ പിടിക്കുന്നത്. അപ്പം എൻ്റെ കാര്യത്തിൽ എനിക്കൊരു സന്തോഷവും നന്ദിയും ഉള്ളത് പോലീസ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ പ്രതീക്ഷ മുഴുവൻ പോലീസ് വെറുതെ അവരെ സംരക്ഷിക്കുമെന്നായിരുന്നു. പക്ഷേ എന്തോ കാരണത്താൽ പോലീസ് ശക്തമായ ഇടപെടൽ നടത്തി എന്നുള്ളത് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത്ര നല്ല ഇടപെടലായിരുന്നു. എന്തായാലും ഈ ഒരവസ്ഥയിൽ എനിക്ക് വിഷമം വന്നില്ല, നിരാശ വന്നില്ല. രാഷ്ട്രീയക്കാരുടെ പിന്തുണ ഉണ്ടായിരുന്നു, പോലീസിന്റെ സംരക്ഷണവും കൃത്യം.